നമസ്കാരം. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിനായുള്ള വലിയ കാത്തിരിപ്പ്, നിർണായകമായ മണിക്കൂറുകൾ. ഇന്ന് രാത്രി പുലരുമ്പോൾ വോട്ടെണ്ണൽ ആരംഭിക്കുകയായി. 4 സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്രഭരണ പ്രദേശം. ഇവിടെ വിധി അറിയുന്ന നാളെയാണ്. ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഏറെ ഉദ്യോഗജനകമാണ്. ഇന്ന് ആർക്കും ഉറക്കമുണ്ടാകില്ല. എന്തായാലും കേരളത്തിൽ പാർട്ടികൾക്ക് മാത്രമല്ല, ക്ലിഫ് ഹൗസിലെ പശുക്കൾക്ക് കൂടി ഉറക്കമുണ്ടാകില്ല. കാരണം ഈ ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പശുക്കളെ ആര് നോക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം പശുവിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ വലിയ നിരീശ്വരവാദിയൊക്കെ ആണെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി ക്ലിഫ് ഹൗസിലെ പശുക്കളെ നോക്കുവാനായിട്ട് പിണറായി വിജയൻ തയ്യാറായി എന്നുള്ളതാണ്. ഗുരുവായൂർ ചെന്നതിന് ശേഷം അവിടെ നിങ്ങളുടെ ദേവൻ ഇരിക്കുന്നത് അവിടെയാണോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ച പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ വാഹനമായ പശുവിനെ സംരക്ഷിക്കാനായി എന്നത് ഏറെ നല്ല ഒരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ പശുക്കളെ ഇനി ആര് നോക്കും എന്നുള്ളതാണ്. പശുവിനെയും കൊണ്ട് തിരിച്ചു പോകുമോ എന്നുള്ളതാണ്. ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്കൊക്കെ പിണറായി വിജയൻ വരുമോ ഇല്ലയോ എന്നറിയില്ല. പാർട്ടിയിൽ തന്നെ നിലനിൽപ്പുണ്ടാകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. കാരണം പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷം ഉള്ളിൽ ഒതുക്കിപ്പിടിച്ചിരുന്ന അമർഷം പുറത്തേക്കെടുക്കുവാൻ സമയമായി എന്ന ഓരോ സഖാക്കളും ചിന്തിക്കുക കൂടി ചെയ്യുന്ന ഒരു സമയമാണ്. കുലംകുത്തി, ശരിയായ കുലംകുത്തി പിണറായി വിജയനാണ് എന്ന് സഖാക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പടയൊരുക്കം, പാളയത്തിലെ പടയൊരുക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിലേക്ക് വന്നാൽ, അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഏറെ ആഹ്ലാദത്തിലാണ് NDAയും UDFും. NDA 14 സീറ്റുകൾ നേടുമെന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വരുന്ന സാഹചര്യത്തിൽ വലിയ സന്തോഷത്തിലാണ് NDA ഉള്ളത്. അതോടൊപ്പം തന്നെ UDFിന് ഒരു ഭരണമാറ്റം കേരളത്തിൽ വരുമ്പോൾ അടുത്ത UDF കേരളത്തിൽ അധികാരത്തിൽ വരും എന്നതാണ്. പശ്ചിമ ബംഗാളും ആസാമും BJP വിജയത്തിലെത്തും. ആസാം തൂത്തുവാരും BJP പശ്ചിമ ബംഗാൾ വിജയിക്കുമെന്നതാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിലെ ഫലത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. അവിടെ ADMK നേടുമെന്ന് പറയുന്ന ചില സർവേകളുണ്ട്, DMK നേടുന്ന സർവേകളുണ്ട്. പോപ്പുലർ സർവേകൾ DMK നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഫലമറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ NDA 14 സീറ്റുകൾ വിജയിക്കും. UDF ഒരു ഭരണ തുടർച്ചയുണ്ടാകുമെന്നതാണ് ഏറ്റവും നമുക്ക് ഉദ്യോഗജനകമായ ഒരു കാര്യം. അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഏറെ ആകാംക്ഷയിലാണ് കേരളത്തിൽ 3 മുന്നണികളും. ഇന്ത്യയിൽ ഒരിടത്തും ഇടതുപക്ഷം ഇല്ലാതാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നതെന്നാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനത്തെ കനലും സമുദ്രത്തിലേക്ക് നിലം പതിക്കുന്നു, അറബിക്കടലിലേക്ക് നിലം പതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 14 മണ്ഡലങ്ങൾ, ഇന്ത്യക്ക് ലഭിക്കുവാൻ പോകുന്ന 14 മണ്ഡലങ്ങൾ, പ്രതീക്ഷ വച്ച് പുലർത്തുന്ന 14 മണ്ഡലങ്ങൾ, നേമവും സെൻട്രലും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കാട്ടാക്കടയും അതോടൊപ്പം തന്നെ ചാത്തന്നൂറും തിരുവല്ലയും പാലയും തൃശ്ശൂറും പാലക്കാടും മലമ്പുഴയും കാസർഗോഡും മഞ്ചേശ്വരം തുടങ്ങി 14 മണ്ഡലങ്ങൾ NDA ഏറെ പ്രതീക്ഷ വച്ച് പുലർത്തുന്നു. എക്സിറ്റ് പോൾ സർവേകൾ അടക്കം ഈ മണ്ഡലങ്ങളിലൊക്കെയും NDAക്ക് വിജയിക്കുവാൻ കഴിയുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഉറപ്പായും ലഭിക്കുവാൻ സാധ്യത 5 മണ്ഡലങ്ങളാണ്. അങ്ങനെ NDA ക്യാമ്പുകൾ വളരെ സജീവമായിരിക്കുകയാണ്. നേമവും കഴക്കൂട്ടവും ഒക്കെ എന്തായാലും കൈപ്പിടിയിൽ ഒതുക്കും. ചത്തന്നൂറും പാലക്കാടും ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കും. മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ കയ്യിൽ ഒതുങ്ങും. BJPയുടെ കയ്യിൽ ഒതുങ്ങും, NDAയുടെ കയ്യിൽ ഒതുങ്ങും എന്നതാണ്. അങ്ങനെ അടുത്ത വർഷം ഒരു വലിയ സമരകാഹളം തന്നെ നിയമസഭയിൽ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് മന്ത്രിസഭയും ഭരണപ്രതിപക്ഷ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ
നേമത്ത് മത്സരിച്ച് വിജയിക്കുമ്പോൾ LDFും UDFും ഒരുമിച്ച് സംഘം ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ എതിർത്തപ്പോൾ അതിന് ഒരു എതിർ ശബ്ദം രാജഗോപാലിൻ്റെ ശബ്ദമായിരുന്നു. അങ്ങനെ എതിർ ശബ്ദം മുഴങ്ങിയത് ആദ്യമായി 2016 എന്തായാലും അതേ മാതൃകയിൽ ഒരുപക്ഷെ അതിനേക്കാൾ മുകളിൽ, ഒരുപക്ഷെ എന്നല്ല അതിനേക്കാൾ മുകളിൽ ഒരു വലിയ എതിർപ്പ് ഉണ്ടാകുവാൻ, അതായത് ചില ജനോപകാരപ്രദമല്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് കേരളത്തിന് അത്ര ഗുണകരമല്ലാത്ത ചില നീക്കങ്ങളെ തടയിടുവാനായിട്ട് BJPക്ക് അവിടെ ഒരു കറുത്ത കുതിരയായി മാറുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. UDFന് 60 മുതൽ 65 വരെ സീറ്റുകളാണ് പ്രധാനമായും പറയുന്നത്. 70 മുതൽ 75, ചില സർവേകളിൽ 80 വരെ സീറ്റുകളൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ UDF ഒരു ശക്തമായ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായെങ്കിലും ആ ഭരണവിരുദ്ധ തരംഗം രണ്ടായി പോവുകയും BJPക്ക് അതിൻ്റെ ഒരു ഗുണഫലം കിട്ടുന്നു. പക്ഷേ BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഏറിയ പങ്കും ഇടതുപക്ഷം മടുത്ത ആൾക്കാരാണ്. അതിൽ ഹിന്ദുക്കൾ ഇടതുപക്ഷത്തെ വെറുത്തിരിക്കുന്നു എന്നതാണ്. SDPIയുടെ പിന്തുണയോടുകൂടി പലയിടങ്ങളിലും മത്സരിക്കുവാൻ തയ്യാറാകുന്നു, അവരെ മാറ്റി നിർത്തുവാൻ തയ്യാറാകുന്നില്ല. ചിലയിടങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ SDPI, അവിടെ UDFന് SDPI പിന്തുണ കൊടുത്ത മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDFൻ്റെ ആൾക്കാർ പറയുന്നത് അവിടെ SDPI എന്നതൊരു മതേതര സംഘടനയാണ് എന്നതാണ് UDFൻ്റെ നേതാക്കന്മാർ തന്നെ പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്നത് അവർ ഒറ്റ ചങ്ങായിമാരായി നിന്നുകൊണ്ട് ഈ ഭീകരവാദ കക്ഷികളും ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2031 കേരളത്തിൽ കൂടി NDA അധികാരത്തിൽ വരും. അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ വിലയിരുത്തുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു അവസ്ഥയിലേക്ക്, നിർണായകമായ സമയമാണ് ഇത്. ബംഗാളിൽ ഇക്കുറി BJP അവിടെ അധികാരത്തിൽ എത്തുമെന്നത് ഏറെ അവിടെ സന്തോഷകരമായി ആഹ്ലാദകരമായിട്ട് ആൾക്കാർ കാണുന്ന ഒരു സമയം തന്നെയാണ്. കാരണം അത്രയേറെ ഉപദ്രവങ്ങൾ, ജനങ്ങളെ എത്രയേറെ ഉപദ്രവിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു മമതാ ബാനർജി. കഴിഞ്ഞ 50 വർഷക്കാലം CPMും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും ലെഫ്റ്റ് പാർട്ടികളും തൃണമൂൽ കോൺഗ്രസും ഭരിച്ച് മുടിപ്പിച്ച ഇടത്തിലേക്ക് ഇതാ NDA വരുന്നു. ഇതോടുകൂടി ബംഗാളിൻ്റെ ചിത്രം തന്നെ മാറുന്ന ഒരു രംഗം കൂടി കാണുവാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ 3 മുന്നണികളും ഏറെ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എന്നുള്ളതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.